പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന തുടർ സംപ്രേഷണത്തിലെ 34-ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഒരു അതിര് വെച്ച് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും, ജീവിത പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ ഒക്കെ ഓരോ ഘട്ടത്തിലായിട്ട് കടന്ന് വരും. അല്ലെങ്കിൽ അതിനെ പരാമർശിച്ച് സംസാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. കാരണം അത്രയേറെ വിപുലമായ വിഷയങ്ങളാണ് നമുക്കിതിനകത്ത് ഈ ജനങ്ങളുടേതായിട്ട് കൈകാര്യം ചെയ്യാനുള്ളത്. നമുക്കറിയാം, 78 വർഷമായിട്ട് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം. അപ്പോൾ അവിടെ എല്ലാവർക്കും നീതി ലഭിച്ചോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ നമ്മൾ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനായിട്ടുള്ള ശ്രമത്തിലാണ്. അത് കേന്ദ്ര അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അതിനുള്ള പരിശ്രമത്തിലാണ് എന്നാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ഥിര വരുമാനമുള്ള ആൾക്കാരെ നോക്കിയാൽ ഏതാണ്ടൊരു 10% പേര് അല്ലെങ്കിൽ 15% പേര് പരമാവധി സ്ഥിര വരുമാനമുള്ളവരാണ്. അതായത് ഒരു ഭരണകൂടം, ഇന്ത്യ രാജ്യം എന്ന ഈ രാഷ്ട്രത്തിൽ ജോലി ചെയ്തതിൻ്റെ വകയായിട്ട് ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു 15% ആൾക്കാർ വരും. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, ഈ 15% ആളുകൾ ജീവിച്ചാൽ മതിയോ? ഭാഗ്യം കൊണ്ട് സർക്കാർ ജോലി കിട്ടുന്നു, സിവിൽ സർവീസ് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം അവർ ജീവിച്ചാൽ മതിയോ? മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണ്, ആര് നോക്കും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അവിടെ യൂണിയൻ സംസ്ഥാന സർക്കാരുകൾ ചില പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാർഷിക തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ, മറ്റ് സാമൂഹ്യ പെൻഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ പെൻഷനുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാരത് കൈപ്പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരൊരു തീരുമാനമെടുത്തു. അതായത് ഒരു വ്യക്തിക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടെങ്കിലേ ജീവിക്കാനാവുള്ളൂ. ഒരു കുടുംബം പുലർത്തണമെങ്കിൽ 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിലേ ഒരു കുടുംബം പോറ്റാൻ കഴിയുള്ളൂ എന്ന് അത് നമ്മളങ്ങ് സ്ഥാപിച്ചു. അങ്ങനെ സർക്കാരിൻ്റെ സേവനത്തിൽ, നേരിട്ടുള്ള സേവനത്തിൽ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ സാധ്യതയിലോ അല്ലെങ്കിൽ മത്സരത്തിലൂടെയോ കടന്നു കൂടിയവർക്ക് അവർക്ക് വേതനം, മാസ വരുമാനമുണ്ട്. അവർ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് പെൻഷൻ ഏതാണ്ട് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയോളം തുക അവർക്ക് പെൻഷനായിട്ട് ലഭിക്കും. അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, വൈദ്യസഹായമുണ്ട്, അങ്ങനെയുള്ള പല പല ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന്, അവർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് ഈ പറയുന്ന തുകയുടെ ഏതാണ്ടൊരു പകുതിയോടടുത്തൊരു തുക അവർക്ക് ഫാമിലി പെൻഷനായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഒന്ന് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നടത്തി എടുക്കാനും ഉള്ള കാര്യസ്ഥന്മാർ, നമ്മൾ പഴയ രീതി പറഞ്ഞ കാര്യസ്ഥന്മാരെന്ന് പറയും, കൺകാണിമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മേൽനോട്ടം വഹിക്കുന്നവർ, നടപ്പാക്കുന്നവർ ഒക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ. അവരൊഴികെ ബാക്കിയുള്ളവർക്ക് ആർക്കും സ്ഥിരമായ ഒരു വരുമാനം ഇല്ല എന്നുള്ളത് വലിയ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. പിന്നെ കണക്കാക്കിയാൽ ജനനം മുതൽ മരണം വരെ എല്ലാ മനുഷ്യരും പൊതു ഖജനാവിലേക്ക് ഒരു സംഭാവന കൊടുത്തുകൊണ്ടിരിക്കും. സംഭാവനയല്ല, അതൊരു നികുതിയാകാം, ഒരു സ്വസ്ഥമാകാം. നിങ്ങൾ ആലോചിക്കുക, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ, ഒരു യുവതി ഗർഭിണിയായാൽ ആ കൊച്ചിനെ അതിനുള്ള വൈദ്യപരിശോധനയുടെ അവിടെ ആ ഘട്ടം മുതൽ പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല മരുന്നുകൾ, അതിനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് പണം കൊടുക്കുമ്പോൾ അതിനൊരു തുക ഏതാണ്ട് 10, 15, 20% സർക്കാരിലേക്ക് നികുതിയായിട്ട് ചെല്ലുകയാണ്. അത് പഠനകാലത്താണേലും പഠനം കഴിഞ്ഞ് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ ഈ തുക നികുതിയായിട്ട് പൊതു ഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല, ഒരാളൊരു ഓട്ടോ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളിയാണ്, അല്ലെങ്കിൽ കൃഷിപ്പണിക്കാരന്, കൃഷി തൊഴിലാളി സ്വീകരിച്ചിരിക്കുന്ന ആളാണ്, കന്നുകാലി വളർത്തുന്ന ആളാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും പൊതു ഖജനാവിലേക്ക് തങ്ങളുടെ വരുമാനത്തിൻ്റെ അംശം നികുതിയായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു 10-60 വയസ്സായി കഴിയുമ്പോൾ അവർക്ക് അവരുടെ അധ്വാനശേഷി കുറഞ്ഞു വരുന്നു, അവർക്ക് പണികൾ കിട്ടാതാകുന്നു, അവർക്ക് വരുമാനമില്ലാതാകുന്നു, അവർ മക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് അവർ ജീവിക്കേണ്ടി വരിക, അവരെയൊക്കെ ആശ്രയം ജീവിക്കേണ്ടി വരികയാണ്. ഇത് നമ്മുടെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് വളരെ വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇതേക്കുറിച്ച് പഠനം നടത്തിയ ആൾക്കാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ പറഞ്ഞു വരുന്നത്, ഈ രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങൾക്കും 60 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും പെൻഷൻ ഉണ്ടാകണം. ഒരു രാജ്യം ഒരു പെൻഷൻ പദ്ധതി, അത് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടായിട്ട് കൊടുക്കുന്നു, അങ്ങനെ കൊടുത്തോട്ടെ. പക്ഷേ 60 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ കിട്ടണം, വരുമാനം ഉണ്ടാകണം. നമ്മുടെ വീടുകളിലേക്ക് തന്നെ നോക്കാം. ഓരോ കുടുംബത്തിലും വീട്ടമ്മമാർ പിള്ളേരെയൊക്കെ പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് അവരെ ഉദ്യോഗസ്ഥരാക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലിന് പ്രാപ്തരാക്കുന്നു. അവർക്ക് 60 വയസ്സായി കഴിയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പറഞ്ഞാൽ 24 മണിക്കൂറും ജോലിയാണ്. കുട്ടികളെ വളർത്തണം,
വീട്ടിലെ മറ്റങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കണം, വീട് തുടച്ച് വൃത്തിയാക്കണം, കോഴിയെ വളർത്തണം, ആടിനെ വളർത്തണം, പട്ടിയെ വളർത്തണം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർക്ക് പഠിക്കാനായിട്ട് സഹായം ചെയ്ത് കൊടുക്കണം, ഹോംവർക്ക് ചെയ്യാണ്ടിരിക്കണം. അപ്പം അങ്ങനെ 24 മണിക്കൂർ ജോലി, അത് ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ ആയിരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വലിയ തോതിൽ സംഭാവന ചെയ്യുകയാണ്. പക്ഷേ 60 വയസ്സായി കഴിയുമ്പോൾ അവരുടെ പേര് ഒരു വരുമാന ലിസ്റ്റിലും ഇല്ല. പരമാവധി ഏതെങ്കിലും റേഷൻ കാർഡിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ഷേമ പെൻഷൻ്റെ ഒരു കടലാസിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗജന്യ പദ്ധതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സൗകര്യം അവർക്ക് കിട്ടും. ഇതൊഴികെ അവർക്കൊരു സുരക്ഷിതമില്ല. അപ്പോൾ ഇത് വളരെ ഒരു അശാസ്ത്രീയമാണ്, ഒരു നിരാശാജനകമായ ഒരു സ്ഥിതിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവരെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തെ കണക്കെടുത്താൽ ഏതാണ്ട് 20% ആൾക്കാർ 60 വയസ്സിന് മേലെയുള്ളവരാണ്. അപ്പോൾ അതിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരേ ഉള്ളൂ അവർക്ക് പെൻഷനുള്ളവർ. ബാക്കി 90% ആൾക്കാരും പെൻഷനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു വരുമാനം ഇല്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ, കേരളത്തിലിരിക്കുന്ന പാലാ കോട്ടയം പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ, അവർ പുതിയ സിദ്ധാന്തമായിട്ട് വന്നു. 1 ഇന്ത്യ 1 പെൻഷൻ, ഒരേ ഒരു ഇന്ത്യ ഒരേ പെൻഷൻ പദ്ധതി. അപ്പോൾ 60 വയസ്സിന് കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ കിട്ടണം. അവരെല്ലാവരും അധ്വാനിച്ചവരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അധ്വാനിച്ചില്ലെങ്കിൽ അവർക്ക് ശാരീരിക ക്ഷമത ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവരെ സമൂഹം സംരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ജീവിക്കാൻ അനുവദിക്കുക, ജീവിക്കാൻ സഹായിക്കുക. സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്തവരെ സഹായിച്ചേ പോകുള്ളൂ. ഒരു സാമൂഹ്യമായൊരു ധർമ്മമാണ്. അപ്പോൾ ഈ ഒരു ആശയം, ഇതിൻ്റെ വ്യാപ്തി, ഇത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക രംഗത്തുണ്ടാക്കാൻ കഴിയുന്ന വലിയ മാറ്റം, ആ ക്വാളിറ്റി, ജീവിതത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി വർദ്ധിക്കും, പട്ടിണി ഇല്ലാതാകും, എല്ലാ രംഗത്തും സാമ്പത്തികമായ നല്ല ഒരു വളർച്ച ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനൊരു ചിന്ത ഒരു 4-5 വർഷമായിട്ട് എനിക്കൊന്ന് 2019 മുതലൊക്കെയാണെന്ന് തോന്നുന്നു ശക്തി പ്രാപിച്ചു വരുന്നു. അത് ഒരു ആശയമായിട്ട് കുറച്ചൊക്കെ പ്രചരിക്കപ്പെട്ടു. പിന്നീട് പല പല കാരണങ്ങളാൽ അതങ്ങ് കെട്ടടങ്ങി, കോവിഡിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു എനിക്കൊന്ന് ജനാധിപത്യത്തിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇപ്പം പുതുതായിട്ട് വീണ്ടും അതിന് ജീവൻ വെച്ച് വരുന്നുണ്ട്. ആ ആശയങ്ങളുമായിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.